ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സിലുവിൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു 11 o'clock ആവേ. സോ എന്നെക്കാൾ മുന്നേ അവനിതാ എണീറ്റ് എന്നെക്കാൾ മുന്നേ എണീറ്റിട്ട് ആളിവിടെ എൻ്റെ ചാർജറിലൊക്കെ ഇരുന്ന് കളിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്തേക്കാറുണ്ട് കേട്ടോ. കണ്ടോ, ഇനിയിപ്പോൾ അതിന്മേൽ തന്നെ വാശി പിടിച്ചുകൊണ്ട് നിൽക്കും. ഇനിയിപ്പോൾ ഞാൻ അവനെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കും. അപ്പോൾ ഇതാ എണീച്ചതിന് ശേഷം ഞാനിപ്പോൾ ബെഡൊക്കെ ഒന്ന് ജസ്റ്റ് കൊട്ടി വിരിച്ചിട്ടു. ആളിതാ അവിടെ ഇരുന്ന് നല്ല കളിയാണ്. ഇനി എനിക്ക് അവനെ കുളിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ബാക്കി കാര്യങ്ങൾക്ക് നിൽക്കാറ്. ആദ്യം അവനെ എണ്ണയൊക്കെ തേപ്പിച്ച് നന്നായി ഞാൻ കുളിപ്പിക്കും. അതിന് ശേഷമാണ് ഇനി ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നിൽക്കാറ്. ഇപ്പോൾ ഞാൻ മോനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എണ്ണ തേച്ചിട്ട് അവിടെ കെടുത്തിയിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും കിടക്കില്ല. എപ്പോഴും കിടക്കില്ല, ആളവിടെ അങ്ങോട്ടൊക്കെ ഇട്ട് കളിക്കുകയാണ് നടന്നിട്ട്. അപ്പോൾ ഞാനവർക്ക് വലിയ മാറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൻ ആ ഒരു മാറ്റിൽ ഇരുന്നിട്ട് ഞാൻ കുറച്ച് കളിസാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ അവൻ അതിലിരുന്ന് കളിക്കുന്നുണ്ട്. ഇപ്പം ഇനി ഞാനിപ്പം ഈ ടൈം കൊണ്ട് ഞാൻ പോയിട്ട് ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് പോയിട്ട് ഞാൻ അവനുള്ള ഫുഡ് റെഡിയാക്കി വെക്കും. എന്നിട്ടാണ് ഞാൻ അവനെ കുളിപ്പിക്കാറ്. ഇത് നമ്മുടെ വില്ലയുടെ ഒരു ബാക്ക് വ്യൂ ആട്ടോ. ഇവിടെ ഫുള്ള് മലയാളീസാണ്. ഇത് ആ റൂമിലൊക്കെ ഒരു മലയാളിയാണുള്ളത്. ഫുൾ മലയാളീസാട്ടോ. പിന്നെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പുറത്താണ് നിൽക്കുന്നത്. ഉള്ളിലൊക്കെ ഫിലിപ്പൈൻസ്, പാകിസ്ഥാനികളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഞാൻ മോനായിട്ട് നടക്കാൻ ഇറങ്ങുമ്പോൾ കാണാറുണ്ട്. അതൊക്കെ നല്ലൊരു അറബി വീടാട്ടോ. അവിടെ നിന്നൊക്കെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടാറുണ്ട്. നമ്മൾ വേസ്റ്റ് ഇടാനൊക്കെ പോകുമ്പോൾ കാണാം ഇവർ നമ്മളെ അടിപൊളി സാധനങ്ങൾ കൊടുത്തിട്ട് അവിടെ ഇട്ടിട്ടുള്ളത്. അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ബാക്ക് വ്യൂ. ഇനി ഞാൻ പോയിട്ട് മോനക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. മോന് ഞാൻ എന്താണ് രാവിലെ കൊടുക്കാറ് എന്നുള്ളത് കാണിച്ചു തരാം. മോന് ഞാൻ രാവിലെ സെർലാക്കാണ് കൊടുക്കാറ്. ഇത് ഹോം മെയ്ഡ് സെർലാക്ക് കേട്ടോ, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നല്ല ന്യൂട്രീഷ്യസ് ഉള്ള സാധനമാണ് കേട്ടോ. ലൈക്ക് ഒരുപാട് നട്ട്സ് അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ തന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അവനൊരു 4 ടീസ്പൂണൊക്കെ എടുക്കും. ഇത് ടീസ്പൂണല്ല കേട്ടോ, അതുകൊണ്ടാണ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഉത്തരവൊക്കെ കഴിക്കുമെന്ന് ചോദിക്കണ്ട. കുറച്ച് തന്നെ ഉണ്ടാവുള്ളൂ, എന്നാലേ ഉള്ളൂ. ഇപ്പം അവനിപ്പോൾ 10 month സ്റ്റാർട്ടായി. അപ്പോൾ ഇത്രയൊക്കെ വേണം. ആദ്യം ഞാൻ ഇതിനൊരു 2 സ്പൂണൊക്കെ ഞാൻ എടുക്കുമായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഓക്കെ. ഇനി ഞാൻ അതുക്ക് അവൻ്റെ പനങ്കൽക്കണ്ടം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ, അത് ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഉരുക്കി അരിച്ച് വെച്ചതാണ് കേട്ടോ. ഇനി ഇതിക്ക് വെള്ളം ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. സാധാരണ ചൂടുവെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യലില്ല. ഞാനിങ്ങനെ കുറുക്കിയെടുക്കും. ഒരു സോഫ്റ്റ്നെസ്സും പിന്നെ ഒരു ഇത്തിരി ചൂട് മറ്റേത് ഒഴിച്ചാലും ഉണ്ടാകും. പക്ഷെ എനിക്ക് തോന്നുന്നത് എനിക്ക് ഇതാണ് ബെറ്ററായിട്ട് തോന്നല്. ഞാൻ മോനിക്ക് ഇങ്ങനെ കൊടുക്കല് കേട്ടോ. എന്തോ എനിക്കിങ്ങനെ കൊടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഇനി ഇതൊന്ന് ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ, ഒരു 3-4 മിനിറ്റ്. ഒരു 3-4 മിനിറ്റ് ഞാനൊന്നിങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനൊന്നിങ്ങനെ ചൂടാക്കി കുറുക്കിയിടും. അതിന് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. ഇത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ജസ്റ്റ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഞാനിങ്ങനെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2-3-4 മിനിറ്റ് ഞാനിങ്ങനെ ചെയ്യും. ഓക്കെ. അപ്പം
അപ്പം അതങ്ങനെ ഇരുന്നാവും. അപ്പത്തിന് ഞാൻ പോയിട്ട് വേഗം സിലു ബേബിനെ കുളിപ്പിച്ചിട്ട് വരാം കേട്ടോ. ബിക്കോസ് ആളിപ്പോൾ മാറ്റിൽ നിന്നൊക്കെ നീന്തി വന്നിട്ട് എൻ്റെ കാലിൻ്റെ അടിയിൽ വന്നിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് കച്ചറാക്കും അവനല്ലെങ്കിൽ. അപ്പം ഞാൻ വേഗം പോയിട്ട് അവനെ കുളിപ്പിച്ചിട്ട് വരാം. ഞാൻ ഇതാ സിലു ബേബിനെ ഒരു 5 മിനിറ്റ്സ് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ബാധ്യതയിൽ ഇരിക്കും കേട്ടോ. ആ വെള്ളത്തിൽ ഞാൻ ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കും. കാരണം നമ്മൾ ഈ ഡയപ്പറൊക്കെ മോനിക്ക് ഇവിടെ യൂസ് ചെയ്യുന്ന കാരണം അവർക്ക് റാഷസ് വരാൻ നല്ല സാധ്യത ഉണ്ടല്ലോ. ഞാൻ റാഷ് ക്രീമൊക്കെ ഉപയോഗിക്കാറുണ്ട്. ബട്ട് എന്നാലും എനിക്ക് പേടിയായിട്ട് ഞാൻ അവൻ്റെ 2 മിനിറ്റ്സ് ഇങ്ങനെ ഇരുത്തൽ തുടങ്ങിയപ്പോൾ കേട്ടോ ചെയ്യൽ തുടങ്ങിയത്. അതിന് മുമ്പ് ഞാൻ അവൻ്റെ പ്രൈവറ്റ് ഏരിയയിൽ ഉപ്പുവെള്ളം വെച്ച് കഴുകി കൊടുക്കരുത്. ഇപ്പം പിന്നെ അവന് കളിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അവൻ അങ്ങനെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കളിക്കും. ഇതാ ആൾ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അവന് കുറച്ച് അവൻ്റെ ബോഡി ലോഷന് അതേപോലെ റീഫ്രഷ്നറൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം ഫുഡ് കൊടുക്കാനിരിക്കും. അപ്പോൾ അതാ ഞാൻ അവനെ റാഷ് ക്രീമൊക്കെ തേച്ച് കൊടുത്ത് ക്ലോത്ത് ഡയപ്പറൊക്കെ ഇട്ടെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കോട്ടൻ്റെ നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനം കേട്ടോ. അപ്പോൾ ഞാൻ അവൻ യൂസ് ചെയ്യുന്നത് ഇവിടുന്ന് വാങ്ങിയതാണ്, നമ്മൾ അബുദാബിയിൽ നിന്ന് വാങ്ങിയതാണ്. ഓക്കെ, ഇതാണിപ്പോൾ ഞാൻ അവന് യൂസ് ചെയ്യുന്നത്. അത് നമുക്കൊരു പി ഇത്ര കൂടുതലൊന്നും അബ്സോർബ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ബട്ട് ഒരു പി വരെയൊക്കെ. പിന്നെ എന്താ ഇപ്പോൾ പറയുക, നമ്മളിപ്പോൾ കുറേ മക്കൾക്ക് ഡയപ്പർ യൂസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. കാരണം അവർക്ക് റാഷസ് വരും, പിന്നെ അവർക്ക് നല്ല ബുദ്ധിമുട്ടും ഉണ്ടാവും. കഴിയുന്നത് നമ്മൾ ഇതേപോലത്തെ ക്ലോത്ത് ഡയപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ അവരെ കുറച്ചൊക്കെ ഒന്ന് ഫ്രീ ആക്കി വിടാം. പിന്നെ ഇതാ ഞാനൊരു ഇത് യൂസ് ചെയ്യലുണ്ട്. നല്ല പ്രോഡക്റ്റ് ആട്ടോ. നമ്മൾ മോനെ യൂസ് ചെയ്യുന്നത് UAE നമ്പർ 1 ബ്രാൻഡായ സാധനങ്ങൾ തന്നെയാണ്. കാരണം അവൻ്റെ കാര്യത്തിൽ മക്കളുടെ കാര്യത്തിൽ നമ്മൾ റിസ്ക് എടുക്കാനും പിഷ്കത്തരം നോക്കിയിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് ഒരു ഹെയർ ആൻഡ് സ്കിൻ റീഫ്രഷ്നർ പോലത്തെ ഒരു സംഭവം കേട്ടോ. നല്ലതാണിത്. അവരെ സ്കിന്നിനൊരു സ്മെല്ല് ഇപ്പം അല്ലെങ്കിൽ നമ്മളെ മക്കളതിന് നല്ല സ്മെല്ല് തന്നെ ആയിരിക്കും. പക്ഷെ എന്നാലും ഗുഡാണ് എന്ന് തന്നെ പറയാം. ഞാൻ യൂസ് ചെയ്യാറുണ്ട് മോനിക്ക്. ഇവിടെ വന്നതിന് ശേഷം കേട്ടോ, നാട്ടിലേക്ക് ഇതിൻ്റെ ഹസ്ബൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഒരു 3 മന്ത് ഞാൻ മോനിക്ക് ഇത് യൂസ് ചെയ്തിട്ടില്ല. മോന് 3 മന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഓക്കെ. ഇനി ഞാൻ മോന് ഫുഡ് കൊടുക്കും. ഈ ഫുഡ് കൊടുത്തിട്ട് നമുക്ക് ബാക്കിയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. അതാ ആളെ ഞാൻ അവളുടെ ചെയറിലിരുത്തി ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് ഫുഡ് എടുത്തിട്ട് വരാം. അതിൻ്റെ സാധനങ്ങളൊക്കെ ഇതേപോലെ സെപ്പറേറ്റ് ഒരു കൊട്ടയിലാട്ടോ വെക്കൽ. കാരണം ഞങ്ങൾ പാത്രത്തിൻ്റെ കൂടെ വെക്കലും ഇല്ല, ഞങ്ങൾ പാത്രം കഴുകുന്നത് കൊണ്ട് കഴുകലും ഇല്ല. അവന് വേണ്ടിയിട്ടൊക്കെ ഞാൻ എല്ലാവരും സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഇതവൻ്റെ പാത്രം, അവന് വേണ്ടിയിട്ടുള്ള ഫ്ലാസുമാണ്. ഇതൊക്കെ ഞാൻ ഇവിടുന്ന് വാങ്ങിയത് തന്നെ കേട്ടോ. അപ്പം ഇനി അവൻ്റെ ഫുഡ് കൊടുക്കാതിരിക്കാം നമുക്ക്. കാര്യം മറന്നുപോയി മോനിക്ക്. ഞാൻ രാവിലെ എണീച്ചാൽ ഒന്നിപ്പോൾ വീഡിയോ എടുക്കുന്നവരെ മറന്നുപോയി. ഞാൻ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ മോനിക്കുള്ളൊരു പാത്രം വെള്ളം ഇങ്ങനെ തിളപ്പിച്ച് അവൻ്റെ ഫ്ലാസ്കിലാക്കി വെക്കുകയും അവൻ്റെ ഫ്ലാസ്ക് ഇതാ ഇവിടെ ഉണ്ട്. ആൾ നല്ല ഒറ്റയ്ക്കിരുന്ന് നല്ല സംസാരം കളിയൊക്കെയാണ്. അവനോട് തന്നെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അവിടെ ഞങ്ങൾക്ക് അറബിയുടെ അവിടെ നിന്ന് കിട്ടിയതാട്ടോ ഒരു മിറർ. ആ മിററിൽ നോക്കിയിട്ട് ആളങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഞാൻ മോന് കൊടുക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇരുന്നിട്ടുണ്ട്. ആളൊക്കെ കുറച്ച് നേരമായിട്ടോ ചെയറിലിരിക്കുന്നത്. അപ്പോൾ ദേഷ്യം വരികയാണ്, അതിനാണ് ഇപ്പോൾ സൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇൻഷാല്ലാ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു മോർണിംഗ് റൊട്ടീൻ എന്ന് പറയാനുള്ളത്. ഇനി ഇൻഷാല്ലാ മോന് ഫുഡ് കൊടുത്തതിന് ശേഷം വേണം എനിക്ക് കുളിക്കാനും നിസ്കരിക്കാനും ഓതാനൊക്കെ. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും. നാളെ കാണാം.